ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമിയിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അതോ നമ്മുടെ ചാപ്റ്റർ നമ്പർ 5 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യമാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ എല്ലാവരും പഠിച്ചേക്കും, ആ 5 സോഴ്സ് മാത്രം പഠിച്ചേക്കും. ഓക്കെ, സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ പഠിച്ചേക്കും, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ മാത്രം പഠിച്ചേക്കും. പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 2024-25 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ടെസ്റ്റ് വന്ന സംഗതി ഇങ്ങനെയാണ്, അതിലേതെങ്കിലും ഒരു ഫാക്ടർ ആയിട്ടുള്ള ഒരു സോഴ്സ് മാത്രം എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കണം. ആദ്യമൊക്കെ 2023 വരെ നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. എന്തൊക്കെയാണ് സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ 5 ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. ഇങ്ങനെ പഠിച്ചാൽ തീരെയാണ്. ഇനി മുതൽ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ 5 നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കണം. ഈ 5 സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ എഡ്യൂക്കേഷൻ ആണ്, അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലുള്ള നിക്ഷേപം. എന്തിനാണ് വിദ്യാഭ്യാസത്തിൻ്റെ മുകളിൽ നിക്ഷേപം നടത്തുന്നത്? വിദ്യാഭ്യാസം നടത്തുന്നത് വഴി ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? ഉയർന്ന വരുമാനമുള്ള മികച്ച ജോലിയുടെ അവസരങ്ങൾ എന്ത് ചെയ്യും? കിട്ടും. അതെങ്ങനെ? കാരണം വിദ്യാസമ്പന്നരായ ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? ജോലി ഓപ്പർച്യൂണിറ്റീസ് അധികം ഉണ്ടാവുക, അല്ലേ? അതാണ് പറഞ്ഞത് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ബെറ്റർ ജോബ്സ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ കാര്യം മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? എൻഷുർ പ്രോപ്പർ ഇൻകം ഏർണിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. മികച്ച തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അവിടെ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിൻ്റെ തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താൻ അഥവാ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിൻ്റെ മേലിലാണ്, അല്ലെ? ആരോഗ്യത്തിന് മേലാണ്. എന്തിനാ ആരോഗ്യത്തിന് മേലിൽ വേണ്ടേ? പറഞ്ഞുതരാം. അത് ഒരാളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യമുള്ള മനുഷ്യന് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയും, അല്ലേ? അതാണ് പറഞ്ഞത് ഇൻക്രീസസ് വൺസ് പ്രൊഡക്ടിവിറ്റി. ഒരാളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഹെൽത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയണ്ടേ, ഈ പറഞ്ഞ ഹെൽത്തിൽ തന്നെ 3 തരത്തിലുള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് മെഡിസിൻ, ക്യൂറേറ്റീവ് മെഡിസിൻ, സോഷ്യൽ മെഡിസിൻ. പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രോഗം വരുന്നതിന് മുൻപ് എന്താണ്? മുൻകരുതലായിട്ട് ചെയ്യുന്നത്. അതാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതാണ് ക്യൂറേറ്റീവ് മെഡിസിൻ. ആൻഡ് രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറി ഭേദമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചൊരു അറിവ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മെഡിസിൻ അല്ലെങ്കിൽ എന്ത് പറയുന്നത് ഹെൽത്ത് ലിറ്ററസി ആളുകൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചേക്കേണ്ടത്. ഇനി അടുത്തത് ഓൺ ജോബ് ട്രെയിനിങ് ആണ്, തൊഴിൽ പരിശീലനം എന്ന് പറയും. തൊഴിൽ പരിശീലനം 2 രീതി ചെയ്യാം. ഒന്ന്, ഈ സ്വന്തം കമ്പനിയിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ ജോലിക്ക് പരിശീലനം കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു കമ്പനിയിലേക്കോ മറ്റൊരു ക്യാമ്പസിലേക്കോ ട്രെയിനിങ്ങിന് വേണ്ടി എന്ത് ചെയ്യാം? അവരെ അയക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 2 രീതിയിലാണ് ട്രെയിനിങ് ഉള്ളത്. 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് എന്താ പറഞ്ഞത്? അണ്ടർ എ സൂപ്പർവിഷൻ ഓഫ് എ സ്കിൽഡ് ലേബർ, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിദഗ്ധ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ നയിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു ക്യാമ്പസിലേക്ക് അയച്ചുകൊണ്ടും ചെയ്യാൻ പറ്റും. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരാളുടെ ഉൽപ്പാദനക്ഷമത പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ജോബ് ട്രെയിനിങ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയേക്കാം. ഇനി 4ാമത്തെ ആളെ നമുക്കറിയാം, ഏതാണ്? മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം എന്ന് പറയുന്നത്, അല്ലേ? കുടിയേറ്റം എന്തിനാണ് നമ്മൾ നടത്തുന്നത്? മെയിനായിട്ട് ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്, മികച്ച ജീവിത നിലവാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറുന്നത്. ഇപ്പോൾ നമ്മൾ ആരും മരുഭൂമി പോയി ജീവിക്കാത്തതെന്താ? അവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് മരുഭൂമി പ്രിഫർ ചെയ്യാത്തത്. അപ്പം മികച്ച ജീവിത സൗകര്യമുള്ള എവിടെ വെച്ചാൽ അവിടേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യാം. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. മൈഗ്രേഷൻ്റെ 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ടും മറ്റൊന്ന് തൊഴിലില്ലായ്മയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് കുടിയേറ്റം നടത്തുന്നത്. ഓക്കെ, മെയിനായിട്ട് എവിടെ നിന്നാണ് കുടിയേറ്റം നടക്കുന്നത്? ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നുമാണ് മെയിനായിട്ട് നടക്കുന്നത്. മെയിനായിട്ട് എവിടെ നിന്നാണ്? മെയിനായിട്ട് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലാണ് കുടിയേറ്റങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഫൈനൽ ആയിട്ടുള്ള ഒന്നാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അഥവാ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ പറഞ്ഞ വിവരങ്ങൾ. എന്തിനെക്കുറിച്ചുള്ള വിവരമാണ്? മികച്ച ജോലി എവിടെ കിട്ടും, നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെയാണ് ജോലി കിട്ടുക, അതിനെന്തൊക്കെ ചെയ്യണം തുടങ്ങി A to Z കാര്യങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന മനുഷ്യ മൂലധന സ്റ്റോക്കിനെ കാര്യക്ഷമമായ വിനിയോഗത്തിന് എന്ത് വേണം? ഇൻഫർമേഷൻസ് അത്യാവശ്യമാണ്. എന്തൊക്കെ? തൊഴിൽ വിപണിയിൽ ഇപ്പോൾ ഏതൊക്കെയാണ് ട്രെൻഡ് ഉള്ളത്, അതിന് വേണ്ട എഡ്യൂക്കേഷൻ എന്താണ്, ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തരം വിവരങ്ങളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ സോഴ്സുകൾ 5 ഉണ്ട്. ഈ 5 സോഴ്സുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഇതെന്ത് ചെയ്യും? പരീക്ഷ ഉപയോഗിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ജോബ് ട്രെയിനിങ്
ആൻഡ് അതിൻ്റെ പുറമെ മൈഗ്രേഷൻ ദെൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം വരും. അപ്പോൾ നന്നായിട്ട് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതായിരിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബാച്ചിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് അറിയിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, 699 രൂപയ്ക്ക് റാപ്പിഡ് റിവിഷൻ ബാച്ചിനെ കുറിച്ച് പറഞ്ഞ വേറെ ഒന്നുമല്ല, എന്താണ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു A+ ആ മാർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്കണോമിക്സിൽ സ്കോർ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. മാക്സിമം ഇതേപോലുള്ള കണ്ടന്റ് ഒരുപാട് അവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസിഷൻ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സെൽഫ് സബീൻ. ഹാപ്പി ലേണിംഗ് ഓൾ.